ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ മുട്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. മുട്ട്ര മരുതിമലയിൽ മകരവിളക്കിന് മുന്നോടിയായിട്ട് അന്നദാനം കൊടുക്കും. കുരങ്ങിനും അങ്ങനെ അന്നദാനം കൊടുക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം കുരങ്ങൊന്നും വരാറില്ല. അപ്പം നമ്മളെല്ലാ കൊല്ലം ഇവിടെ വരുന്നതാണ് ആഹാരം കഴിക്കാൻ. അപ്പോൾ ഈ വർഷവും നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് എക്കോ ടൂറിസം നടപ്പിലാക്കിയ ഒരു സ്ഥലം കൂടിയാണ് മുട്ട്ര മരുതിമല. പോലീസുകാരൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊരു പോലീസ് ഹെഡ് പോസ്റ്റൊക്കെ ഉണ്ട്. അത് വയർലെസ്സിൻ്റെ സെറ്റപ്പാണ് ഇതിൻ്റെ മുകളിൽ. അപ്പം കുറേ ആൾക്കാർ വരുന്ന ഒരു മല കൂടിയാണ് ഇത്. ടൂറിസം ആക്കിയതിന് ശേഷം അതിന് മുന്നേയും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പം ഇത്രയും ഒരു സ്ഥലം കണ്ടില്ല, ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ വണ്ടി ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇത്രയും റെഡിയാക്കിയതിന് ശേഷമാണ് ഇത്രയും മുകളിലെങ്കിലും വണ്ടി എത്തുന്നത്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് പടി കയറിയാണ് മുകളിലോട്ട് പോകേണ്ടത്. കുറേ ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ, വയസ്സായവരും മുതിർന്നവരും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്. ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ ടൈം എടുത്താൽ ഇതിൻ്റെ മുകളിൽ ചെന്ന് നമുക്ക് നല്ല കാറ്റാണ് ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു കാറ്റടിപ്പാറയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വയസ്സായ അമ്മമാരൊക്കെ കണ്ടില്ലേ, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ കൊല്ലം നടക്കുന്ന ഒരു ചടങ്ങാണ്. മകരവിളക്കിന് മുന്നോടിയായിട്ടാണ്. താഴെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിലെ ചടങ്ങ് കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു ഭാഗമുണ്ട് കേട്ടോ, അത് അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ കണ്ടില്ലേ, ഈ ഒരു സൈഡിലാണ് ഒരു വിളക്ക് തീരൊക്കെ കിടക്കുന്നത്. ഇതിന് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോഷൂട്ട് അങ്ങനെ കുറേ ഇതിന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇത്രയും വിളക്ക് തീരും കാര്യങ്ങൾ ഇതിനുള്ള പ്രോഗ്രാമൊക്കെ ഈ ഒരു മകരവിളക്ക് സമയത്താണ് ഇതിന് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഭാരവാഹികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്, അന്നദാനം കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതൊരു നോട്ടീസ് കൊണ്ട് വന്നായിരുന്നു, ഈ കൊല്ലവും ഈ പരിപാടിയുണ്ട്. അപ്പോൾ ഇതിന് മുകളിലൊരു ചെറിയ കടയൊക്കെ ഉണ്ട്. അപ്പം വെള്ളം കുടിക്കേണ്ടവർക്ക് അവിടെ നിന്ന് കുടിക്കാം. പിന്നെ ആ ഒരു സൈഡിലാണ് അന്നദാനത്തിൻ്റെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കഴിക്കാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു. അങ്ങനെ നടന്ന് മുകളിൽ ചെല്ലുമ്പോഴത്തേക്കിനും നല്ല നമുക്ക് എന്താ പറയുക, ഒന്ന് ക്ഷീണമൊക്കെ വരും. ആ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കാൻ പോവുകയാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മുട്ട്ര ഈ മലയുടെ മുകളിൽ വണ്ടി ഒരു സൈഡിൽ കൂടെ ചെല്ലും, പക്ഷേ അത് എപ്പോഴും ചെല്ലാൻ പറ്റില്ല. കാരണം ഈ ഒരു ചടങ്ങടക്കം മാത്രമേ ഇതിൻ്റെ മുകളിൽ വണ്ടി ചെല്ലാൻ പറ്റുള്ളൂ. അവിടെ ചങ്ങലയിട്ട് ക്ലോസ് ചെയ്തേക്കണം, അത് വേറൊരു സൈഡാണ്. പിന്നെ ഈ മലയെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് കിടക്കുകയാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ടൂറിസം മേഖലയും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോഴല്ല, ഏത് സമയത്തും ഇവിടെ ആൾക്കാർ ഒന്നും പോയി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മുട്ട്ര മരുതിമല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിക്കാൻ പോയി. പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം അന്നദാനം കഴിക്കാൻ വന്നില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് ആണെങ്കിൽ ക്യാമറയിൽ കുറച്ച് എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എല്ലാ വർഷവും ഈ ഒരു അന്നദാനം ഇവിടെ നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നത് തീർച്ചയായിട്ടും ഇത് കഴിക്കണം. ഇപ്പോൾ മുട്ട്ര മല വരുന്നവർ കാരണം ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള കവറുകൾ ഇതെല്ലാം ഡസ്റ്റ് ബോക്സിലിടുക. ഇവിടെ കൂടുതലും പ്ലാസ്റ്റിക്കും അതെല്ലാം അവിടെ ഇവിടെ കിടക്കുകയാണ്, കണ്ടില്ലേ, അവിടെ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരമാണ്. ചപ്പുചോറൊക്കെ ഡസ്റ്റ് ബോക്സിലിടുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.